ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രിക കഷ്ടപ്പെട്ട് ഓർഡർ പിടിക്കാനായിട്ട് ഉള്ള തിരക്കിലാണ്. പല ടെക്സ്റ്റൈൽസിലും ഓടി ഇറങ്ങുകയാണ്. കാരണം പൈസ കൊടുക്കേണ്ട, അതായത് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നും പൈസ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലോൺ ഞാൻ അടച്ചു തീർക്കാം എന്ന് പറഞ്ഞ് അവർക്ക് വാക്ക് കൊടുത്തതാണല്ലോ. അപ്പോൾ ഓർഡർ പിടിക്കാനായിട്ട് ടെക്സ്റ്റൈൽസിൽ ഓരോ സ്ഥലത്തേക്കും കയറി ഇറങ്ങുകയാണ്. കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പോവുകയാണ്. അവിടെ ക്യാഷിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, വരൂ, എന്താ വേണ്ടത്? സാർ, എനിക്ക് ഈ കടയുടെ ഓണറെ ഒന്ന് കാണണം. ഒരു ഓർഡറിൻ്റെ കാര്യം സംസാരിക്കാനാ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഓണർ. എന്താ കാര്യം എന്ന് പറയൂ. ചന്ദ്രിക പിന്നെ ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴത്തേക്ക് ചന്ദ്രികയ്ക്ക് വാക്കുകൾ പറയാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയും കഷ്ടപ്പെട്ട് വന്നതാണല്ലോ. സാർ, കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? തരാലോ, ഇതാ. ചന്ദ്രിക ആവേശത്തോടെ വെള്ളം കുടിച്ചു. അതിനുശേഷം വീണ്ടും പറയാൻ തുടങ്ങി, സാർ, നിങ്ങൾ പുതിയതായിട്ട് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞു. അതുകൊണ്ട് സാറിനെ നേരിൽ കണ്ട് അവിടത്തേക്കുള്ള എല്ലാ റെഡിമെയ്ഡ്സിൻ്റെയും ഓർഡർ നമ്മൾക്ക് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഓ, ഞങ്ങൾ തിരുപ്പൂരിലേക്കാണ് ടെക്സ്റ്റൈൽസിലേക്കുള്ള ഓർഡർ സാധാരണ കൊടുക്കാറ്. നിങ്ങൾ പുതിയ ആളാണ്, അതുകൊണ്ടാണ് ഒന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക വീണ്ടും വിളിക്കുകയാണ്, സാർ, ഒരേ ഒരു തവണ ഒരു ചാൻസ് തരണം സാർ. സാറ് പ്രതീക്ഷിക്കുന്നത് പോലെ ഞങ്ങളെല്ലാം തയ്ച്ചു തരാം. സാറ് എന്ത് ഡിസൈൻ തന്നാലും എന്ത് മോഡൽ തന്നാലും ഞങ്ങൾ അതുപോലെ തയ്ച്ചു തരാം സാർ. ഞങ്ങൾ എല്ലാ ഡിസൈൻസും ചെയ്യും. ലേഡീസ് ബ്ലൗസൊക്കെ നന്നായി സ്റ്റിച്ച് ചെയ്ത് നല്ല ഡിസൈനാക്കി തരും സാർ. സാർ അതൊന്ന് ഡിസ്പ്ലേയിൽ വെച്ച് നോക്കൂ, എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് വാങ്ങിക്കും. ഒരു നിമിഷം സാർ, ഞാൻ കാറ്റലോഗ് കാണിച്ചു തരാം. നോക്കൂ സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക ഡിസൈൻസ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പാസ് ചെയ്തു പോകുന്ന ഒരു സ്റ്റാഫ് ചന്ദ്രികയെ കണ്ടത്. അവൾ ചന്ദ്രികയെ കണ്ടതും മേഘാ മേഡത്തിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. ഈ കാണുന്ന മോഡൽസ് എല്ലാം ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഞങ്ങളെ ടീമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓ, എല്ലാം തന്നെ ബോഡി ഷേപ്പ് അനുസരിച്ച് കൃത്യസമയത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരികയും ചെയ്യും. ഈ ഡിസൈൻസ് എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരും സാർ. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും സാർ. അല്ല, ഈ ഡിസൈൻ നീ തന്നെയാണോ ചെയ്തത്? അതെ സാർ. ഈ ഡിസൈൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അയാൾ ഓരോന്നും മറച്ച് നോക്കിയിട്ട് പറയാണ്, യങ് സൈസിനൊക്കെ ഈ ഡിസൈൻസ് നന്നായിട്ട് ചേരും. എനിക്കെന്തായാലും ഒരു ദിവസം സമയം തരണം. ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. നിൻ്റെ കാർഡുണ്ടെങ്കിൽ തരൂ. ശരി. ഇതാ സാർ. സാർ, ദയവ് ചെയ്ത് എനിക്കൊരവസരം തരണം സാർ, പ്ലീസ് സാർ. ഉറപ്പായും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, വളരെ നന്ദി സാർ. ഞാൻ ഇറങ്ങട്ടെ. ശരി, കാണാം. പിന്നെ ആ സ്റ്റാഫ് വന്നിട്ട് മാനേജറോട് ചോദിക്കുകയാണ്, സാർ, ആരാ സാർ ഇത്? നമ്മൾ പുതിയതായി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റൈൽസിലേക്ക് ഷർട്ട്, പാൻറ്, കുർത്തി സെറ്റുകൾ, ബ്ലൗസ്, മോഡേൺ ഡ്രസ്സ്, അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്തു തരും എന്ന് അവർ പറയുന്നു. ഇതിൽ ഒരുപാട് നല്ല ഡിസൈൻസൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ തിരുപ്പൂരിലേക്കാണ് ഓർഡർ കൊടുക്കാറ്. ഇത്തവണ ഈ കുട്ടിക്ക് കൊടുത്താലൊന്ന് ആലോചിക്കുക. ഈ കുട്ടി ഡിസൈനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ബ്ലൗസൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിസ്പ്ലേയിൽ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ വളരെ ഇഷ്ടത്തോടെ വാങ്ങും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ക്രിയേറ്റീവായി വർക്ക് ചെയ്തിരിക്കുന്നു. കാണുമ്പോൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ വിളിക്കുകയാണ്, സാർ, ഞാൻ പറയുന്നത് സാർ തെറ്റായിട്ട് എടുക്കരുത്. പുതിയ ആളുകൾക്കൊന്നും ഓർഡർ കൊടുക്കരുത് സാർ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്കല്ലേ നഷ്ടം ഉണ്ടാവുക സാർ. മാനേജർക്ക് അവളുടെ അടുത്ത് ദേഷ്യം വന്നു. ആ തീരുമാനമൊക്കെ ഞാനെടുത്തോളാം, നീ പോയി നിൻ്റെ ജോലി ചെയ്. അവൾ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ശേഷം മേഘാ മേഡത്തിനെ ഒന്നുകൂടി വിളിക്കുകയാണ്. പറയൂ പവിത്ര. മേഡം. മേഡം കേൾക്കാമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മേഡം ഫ്രീ ആണോ? പറയേ. പിന്നെ ചന്ദ്രിക അവിടെ വന്നതും മാനേജറെടുത്ത് സംസാരിച്ചതും ഒക്കെ അവർ പറയാണ്, ഈ ഡിസൈൻസ് എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്യും സാർ. ശരി, എനിക്ക് ഒരു ദിവസം സമയം തരും. ഞാനൊന്ന് ആലോചിച്ചിട്ട് ഫോൺ ചെയ്ത് പറയാം. ഏറ്റവും ചന്ദ്രിക പറഞ്ഞ കാര്യം പറയാണ്, സാർ, ദയവ് ചെയ്ത് എനിക്കൊരു അവസരം തരണം സാർ, പ്ലീസ് സാർ. ഉറപ്പായും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വളരെ നന്ദി സാർ. അവൾ പോയി മാനേജറുടെ അടുത്ത് ചോദിച്ചത്, സാർ, ആരാ സാർ ഇത്? അത് നമ്മൾ പുതിയതായി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റൈൽസിലേക്ക് ബ്ലൗസ്, മോഡേൺ ഡ്രസ്സ്, അങ്ങനെ പല തരത്തിലുള്ള ഡിസൈൻസും സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറയുന്നു.
അപ്പോൾ അവൾ പറഞ്ഞത്, പുതിയ ആളുകൾക്കൊന്നും ഓർഡർ കൊടുക്കരുത് സാർ. തീരുമാനമൊക്കെ ഞാനെടുത്തോളാം, നീ പോയി നിൻ്റെ ജോലി ചെയ്യ്. അത്രയും പറഞ്ഞത് കേട്ടപ്പോൾ മേഘ പറയാണ്, അതെയോ? ആ ചന്ദ്രിക അവിടെ വന്നോ? ആ അതെ മാഡം. ഞങ്ങളുടെ ഓണർ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന ടെക്സ്റ്റൈൽസിലേക്ക് എല്ലാ ഓർഡറുകളും എല്ലാ സ്റ്റിച്ചിങ് ഓർഡറുകളും അവർക്ക് കൊടുക്കാൻ പോകുന്നു എന്നാ മാനേജർ സാർ പറഞ്ഞത്. ഓ അയ്യോ, അദ്ദേഹത്തോട് ധൃതി പിടിച്ച് അവൾക്ക് കൊടുക്കരുത് എന്ന് പറ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി മാഡം, അദ്ദേഹം പക്ഷേ കേൾക്കുമെന്ന് തോന്നുന്നില്ല. മാഡം നേരിട്ട് വന്ന് സംസാരിക്കുക. മാഡം വന്ന് സംസാരിച്ചാൽ ഈ ഓർഡർ ക്യാൻസലാക്കാൻ പറ്റും. പിന്നെ ആ ഓർഡർ നിങ്ങൾക്ക് തന്നെ കിട്ടും. ശരി, ഞാൻ തന്നെ വന്ന് ഓണറെ കാണാം. ശരി. പിന്നെ മേഘ വണ്ടിയിൽ നിന്നും ചിന്തിക്കുകയാണ്. ചന്ദ്രിക പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ട് തന്നെ ഏതെങ്കിലും ഷോപ്പിൽ നിന്നും ഓർഡർ വാങ്ങുന്ന ലക്ഷണമാണുള്ളത്. ഈ ഓർഡർ അവൾക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. ഇപ്പം തന്നെ ആ ഓണറെ പോയി കാണണം. അവളിൽ നിന്നും ആ ഓർഡർ തട്ടിയെടുത്തേ പറ്റൂ. ഇവിടെ ഷോപ്പിലെത്തി എന്നിട്ട് പറയാണ്, എക്സ്ക്യൂസ് മീ. വരൂ മാഡം. നിങ്ങളുടെ ഓണർ ഇപ്പോൾ എവിടെയുണ്ട്? ഇവിടെ ഉണ്ടല്ലോ മാഡം. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ വിളിക്കാം. സാർ ഓരോരുത്തരെയും പോയി വഴക്ക് പറയാണ്. വരുന്ന കസ്റ്റമേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? സോറി സാർ. എടുത്ത് വെക്കാതല്ല. ശരി ശരി, ഇപ്പോൾ എടുത്ത് വെക്കാം. സാർ, മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനായ മേഘ മാഡം വന്നിരിക്കുന്നു. അത് ശരി, വരാൻ പറയൂ. ഓക്കെ സാർ. വരൂ മാഡം, സാറ് വിളിക്കുന്നുണ്ട്. ഒന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്യടാ. ഇദ്ദേഹമാണ് മാഡം. ഹായ് സാർ. വരൂ മാഡം, വരൂ. പിന്നെ അദ്ദേഹം പറയാണ്, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം മാഡം തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാർ, എനിക്കും സാറിനെ നേരിൽ കണ്ടതുകൊണ്ട് വളരെ സന്തോഷം. സാറിനോട് ബിസിനസ് സംബന്ധിച്ച് അല്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ, സംസാരിക്കാലോ. വരൂ മാഡം, നമുക്ക് ഓഫീസിൽ ഇരുന്ന് സംസാരിക്കാം. ഷുവർ സാർ. വരൂ മാഡം, വരൂ, ഇരുന്നോളൂ. പറയൂ മാഡം, എന്താ കഴിക്കാൻ വേണ്ടത്? വേണ്ട സാർ, എനിക്കൊന്നും വേണ്ട. എന്നാൽ പറയൂ മാഡം, എന്താ കാര്യം? സാർ, ഇന്ന് കേരളത്തിലുള്ള ടോപ്പ് ടെക്സ്റ്റൈൽസ് എല്ലാം ഞങ്ങളാ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കിഡ്സ്, അഡൽട്സ്, വിമൻ എന്ന് പറഞ്ഞ് മേഘ ഒരുപാട് ഐറ്റം പറയാണ്. അങ്ങനെ എല്ലാവർക്കുമുള്ള റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറിയാം മാഡം, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറ് പുതിയതായിട്ട് ടെക്സ്റ്റൈൽസ് ആരംഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞു. അതിനായി ഡ്രസ്സുകളൊക്കെ ഓർഡർ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടു. സാറിൻ്റെ പുതിയ ടെക്സ്റ്റൈൽസിലേക്ക് എല്ലാ റെഡിമെയ്ഡ് ഡ്രസ്സുകളും ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് ഞാനിവിടേക്ക് വന്നിരിക്കുന്നത്. സാറ് കോട്ട് ചെയ്യുന്ന തുകയ്ക്ക് തന്നെ എല്ലാ ഡിസൈൻസും ഉള്ള എല്ലാ മോഡേൺ ഡ്രസ്സുകളും ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. സാറ് എത്ര ബൾക്ക് ഓർഡർ തന്നാലും എത്ര സമയത്തിനുള്ളിൽ എത്തിക്കണമെങ്കിലും എനിക്കത് ഡെലിവറി ചെയ്യാൻ കഴിയും സാർ. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള മാൻ പവറും മെഷീനും ഒരുപാട് എക്സ്പേർട്സും ഉണ്ട്. സാർ എന്താ ആലോചിക്കുന്നത് സാർ? ഒന്നുമില്ല മാഡം, നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിൽ നമ്പർ 1 കമ്പനിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ വേറൊരാൾക്ക് ഈ ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തുപോയി. അതാ ഞാൻ ആലോചിക്കുന്നത്. അല്ല സാർ, വാക്കല്ലേ കൊടുത്തത്, അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവരെ വിളിച്ച് ഞങ്ങൾക്ക് സാറ് ഈ ഓർഡർ തന്നെന്ന് പറഞ്ഞോളൂ, അവർ പിന്നെ ഇതിൽ നിന്ന് പിന്മാറിക്കോളൂ. ഇല്ല മാഡം, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. നാട്ടിൻ പുറത്തുനിന്ന് ചന്ദ്രിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരാശ്രയവും ഇല്ലാതെ ആരുടെയും മാർഗദർശനം ഇല്ലാതെ വിജയിക്കണം എന്ന മനസ്സോടെ എൻ്റെ അടുത്ത് വന്ന് ഒരവസരം ചോദിച്ചു. അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് സഹായമാകാനാണ് ഈ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഞാനും ആ പെൺകുട്ടിയെപ്പോലെ ഗ്രാമത്തിൽ നിന്നും വന്ന് കഷ്ടപ്പെട്ട് ഈ ഉയർച്ചയിൽ എത്തിയതാണ്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കെൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. എന്നെ അക്കാലത്ത് പ്രായമായ ഒരാൾ സഹായിച്ചു. അതുപോലെ ആ പെൺകുട്ടിയെയും സഹായിക്കണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. നിങ്ങൾ ഈ ബിസിനസ്സിൽ നമ്പർ 1 ആയിരിക്കാം. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ഓർഡർ കിട്ടും. പക്ഷേ ആ പെൺകുട്ടിക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഈ സ്റ്റിച്ചിങ് ഓർഡർ ഞാൻ ചന്ദ്രികയ്ക്ക് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക. നോക്കൂ സാർ ഈ പറയുന്നതുപോലെ ചന്ദ്രികയെക്കുറിച്ച് സാറിന് ഒന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സാർ ഈ വർക്ക് കൊടുക്കില്ലായിരുന്നു. അവരുടെ കമ്പനിയിൽ മാൻ പവർ ഇല്ല, ചില മെഷീൻസൊക്കെ ഇല്ല. അങ്ങനെയുള്ളവരെ വിശ്വസിച്ച് സാർ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റിൽ അവർക്ക് ഉറപ്പായും ഡെലിവറി ചെയ്യാൻ കഴിയില്ല. സാർ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ല മാഡം, ചന്ദ്രയുടെ കണ്ണിൽ ജയിച്ചേ തീരൂ എന്ന് മനസ്സിൽ ഒരു വാശിയുണ്ട്.
ഉറപ്പായും ആ പെൺകുട്ടി നല്ല ജോലി തന്നെ പൂർത്തിയാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ സാറേ ഇത്? കേരളത്തിലെ നമ്പർ 1 കമ്പനിയുടെ ചെയർമാൻ സാറിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. എന്നിട്ട് സാറ് ഞാൻ പറയുന്നത് കേൾക്കാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാർ കൊടുക്കുന്ന ഡിസൈൻസ് ഒന്നും ഉറപ്പായിട്ടും അവർക്ക് ചെയ്തു തരാൻ പറ്റില്ല. അവർക്ക് അത്രയധികം തന്നെ നോളജോ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനാ സാർ ഈ അവർക്ക് ഓർഡർ കൊടുക്കുന്നത്? ആ ചന്ദ്രികയ്ക്ക് സാർ എന്ത് എമൗണ്ടാണോ കോട്ട് ചെയ്തത് അതിനേക്കാളും എനിക്ക് 20% കുറച്ച് തന്നാൽ മതി. ഞാൻ ഈ ഓർഡർ സാറിന് നന്നായിട്ട് ചെയ്തു തരാം. ഇല്ല മാഡം, ഞാൻ ചന്ദ്രികയ്ക്ക് വാക്ക് കൊടുത്തു പോയി. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഓർഡറിൻ്റെ കാര്യം വിട്ടേക്ക്. എനിക്കെപ്പോഴും ഞാൻ കൊടുത്ത വാക്കാണ് മുഖ്യം. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിപ്പോൾ പറയാം, കേട്ടോളൂ. നിങ്ങൾ ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ വെക്കാൻ പോലും ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ പറയുന്നത് നടക്കൂ. മാഡം, എനിക്ക് ഈ ചന്ദ്രികയെ നല്ല വിശ്വാസമാണ്. ഉറപ്പായും ഈ പ്രൊജക്റ്റ് ആ പെൺകുട്ടി നന്നായി ചെയ്തു തരും. സാറിനോട് ഇത്രയും സമയം സംസാരിച്ചത് തന്നെ വേസ്റ്റാണെന്ന് തോന്നുന്നു. നിങ്ങളെപ്പോലുള്ള ഇവരോട് സംസാരിച്ച് എൻ്റെ സമയം ഞാൻ പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇറങ്ങുന്നു. മേഘ കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് പോകാനായി ഇറങ്ങാണ്. അപ്പോൾ എണീറ്റ് പറയാണ്, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്കെല്ലാം കൊണ്ടേ മനസ്സിലാവും. മേഘ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോയി. പിന്നെ കാണിക്കുന്നത് ജാനകിയാണ്. ജാനകി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഒരിടത്ത് ഇരിക്കുകയാണ്. അവിടെ വാസുവാൻ്റെ വിളിക്കുകയാണ്, ജാനകി ഇതാ നിൻ്റെ ഗുളിക കഴിക്ക്. ജാനകി അതേസമയം ഏട്ടാ, ഇനി നിശ്ചയത്തിന് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഏട്ടനിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ, പെട്ടെന്ന് ഒരുക്കങ്ങളൊക്കെ തീർക്കണ്ടേ? എങ്കിൽ പിന്നെ സമയമാകുമ്പോൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അതാലോചിച്ച് നീ വിഷമിക്കണ്ട ജാനകി. പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ? ഒന്ന് ഫോൺ ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. അവിടെ അപ്പോൾ മേഘ എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മാവ, ആരതിയുടെ നിശ്ചയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തോന്നുന്നു. ആരതിയുടെ നിശ്ചയം മാത്രമല്ല മേഘ, അന്ന് തന്നെയല്ലേ നിൻ്റെയും സിദ്ധുവിൻ്റെയും നിശ്ചയം. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. കയ്യിലെന്താ മേഘ? ജാനകി ചോദിക്കുക. ആരതി ഇതിലെന്താ ഉള്ളതെന്ന് പറഞ്ഞേ നോക്കാലോ. അപ്പോൾ ആരതി പറയാണ്, അത് കണ്ടാലല്ലേ അറിയൂ, കാണിക്ക്. കാണിക്കില്ല. അപ്പോൾ ആരതി പറയാണ്, ഞങ്ങളുടെ മാരേജ് ഇൻവിറ്റേഷൻ അല്ലേ അത്. ആരതി, ഇക്കാര്യത്തിൽ നീ വളരെ ഷാർപ്പാണല്ലോ. ഒന്ന് പോയേ ചേച്ചി, ഇങ്ങത്താ. അമ്മായി നോക്കിയേ, ആരതിയുടെ എൻഗേജ്മെൻറ്റ് ഇൻവിറ്റേഷനാണ്. അത് മാറ്റണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞേ. വാസു നോക്കിയിട്ട് പറയാണ്, അടിപൊളി. അതേപോലെ തന്നെ ജാനകിയും പറയാണ്, എന്താ മേഘ ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് കോസ്റ്റ്ലിയാണെന്ന് തോന്നുന്നല്ലോ. അത് കേട്ട് മേഘ പറയാണ്, സാരില്ലെന്നേ, ഞാൻ നമ്മുടെ ആരതിക്ക് വേണ്ടിയല്ലേ ചെയ്തത്. നിനക്ക് ഇഷ്ടപ്പെട്ടോ ആരതി? എന്താ മേഘ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? നല്ല രസമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വാസു പറയാണ്, എന്നാലും നിനക്ക് വലിയ മനസ്സാ മേഘ. ഇതിനൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മാവാ? ആരതിയുടെ വിവാഹം എത്ര ഗ്രാൻഡായിട്ട് നടത്തണം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതിനൊക്കെ പകരമായിട്ട് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല മോളെ. അത് കേട്ട് മേഘ പറയാണ്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് വേണ്ടി സ്വന്തം ജ്യേഷ്ഠൻ്റെ മകളെപ്പോലും വേണ്ടെന്ന് പറഞ്ഞവരാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അമ്മായി. എന്നെ നിങ്ങൾ സ്വന്തം മരുമകളായിട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കല്ലേ. ആ ഒരു വാക്ക് മാത്രം മതി അമ്മായി. വീണ്ടും ജാനകി പറയാണ്, മേഘ, നീയാണ് ഞങ്ങളുടെ മരുമകൾ. ഇനി ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഞങ്ങൾ മറ്റാരെയും മരുമകളായി സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ അനുഗ്രഹം എന്നും എനിക്കുണ്ടാകണം അമ്മായി. അനുഗ്രഹിക്കണം അമ്മായി. അപ്പോൾ അമ്മായിയും വാസുവും ഒരേ സ്വരത്തിൽ പറയാണ്, നീ നന്നായിരിക്കും മോളെ. എണീക്കും മോളെ, നീ നന്നായി വരും. പിന്നെ അവിടെ നിന്ന് മേഘ പോയി. അപ്പോൾ വാസു വീണ്ടും പറയാണ്, ജാനകി അത് കാണട്ടെ. അല്ല ജാനകി, ഈ ഇൻവിറ്റേഷന് ഒരു 1000 രൂപയെങ്കിലും കാണില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതേ സമയം നിൻ്റെ ചേട്ടനാണ് ആരതിയുടെ കല്യാണം നടത്തിയിരുന്നതെങ്കിൽ പേരിനൊരു ഇൻവിറ്റേഷൻ കാർഡും അടിച്ച് എങ്ങനെയെങ്കിലും കല്യാണവും നടത്തി കടമ നിർവഹിക്കുമായിരുന്നു. പക്ഷേ മേഘയെ കണ്ടോ, എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്യൂ. എന്താ ജാനകി, നിൻ്റെ ചേട്ടനെ പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. ആരതി, ഇൻവിറ്റേഷൻ നന്നായിട്ടുണ്ടല്ലേ?
നന്നായിട്ടുണ്ടമ്മേ. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ ചന്ദ്രിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ അപ്പുറത്തെ സീറ്റിൽ നിന്നും മേഘ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. എക്സ്ക്യൂസ് മീ മാഡം. വരൂ, ചന്ദ്രിക പറയാം. വരൂ, എന്താ? മാഡത്തിനെ മീറ്റ് ചെയ്യാൻ ടെക്സ്റ്റൈൽസിൽ നിന്നും ഒരാൾ വന്നിട്ടുണ്ട്. വരാൻ പറയൂ, ചന്ദ്രിക പറയാം. ശരി, ഓക്കെ മാഡം. അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ അത്രയും പറഞ്ഞിട്ടും ആ ടെക്സ്റ്റൈൽസ് ഓണർ ആ ചന്ദ്രികയ്ക്ക് തന്നെ ആ വർക്ക് കൊടുത്തു. എന്നിട്ടിപ്പോൾ ചന്ദ്രികയെ കാണാൻ വന്നിരിക്കുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? മറ്റാരുമല്ല, ആ കടയുടെ ഓണർ തന്നെയായിരുന്നു. വരണം സാർ, അകത്തേക്ക് വരണം, ചന്ദ്രിക ക്ഷണിക്കുകയാണ്. നമസ്കാരം സാർ. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമസ്കാരം മോളെ. അപ്പോൾ അടുത്തേക്ക് പോവുകയാണ് ചന്ദ്രിക പറയാണ്, ഇരിക്കണം സാർ. സാർ ഒരു കോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. സാറില്ല മോളെ, നിന്നെ നേരിൽ കണ്ട് അഡ്വാൻസ് തരാമെന്ന് വിചാരിച്ചു. ഞാൻ നേരിട്ട് വന്നത്. ചന്ദ്രികയെ, നിൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് ഞാൻ നിനക്ക് ഈ ഓർഡർ തന്നിരിക്കുന്നത്. അത് നീ പെർഫെക്റ്റായിട്ട് തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും സാർ, സാർ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു തരാം. 20 ദിവസം കഴിഞ്ഞ് എൻ്റെ പുതിയ ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പണാണ്. അതിന് 2 ദിവസം മുമ്പ് നീ എല്ലാ ഡ്രസ്സും ഡെലിവറി ചെയ്യണം. എന്നാലേ ഞങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കൂ. ഉറപ്പായും സാർ, സാർ പറയുന്നത് പോലെ പറയുന്ന ഡേറ്റിൽ തന്നെ ഉറപ്പായും ഡെലിവറി ചെയ്യാം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക ചോദിക്കുകയാണ് മേഘയോട്. മേഘ ചലനമറ്റ് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ മേഘ, എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയോ? ടെക്സ്റ്റൈൽ ഓണർ ചെന്ന് കണ്ട് എനിക്ക് ഈ പ്രോജക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി നീ ട്രൈ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു. ഇതൊരു ആരംഭം മാത്രം. ഇനി ഈ ചന്ദ്രിക ആരാണെന്ന് നീ നന്നായിട്ട് മനസ്സിലാക്കും. ചന്ദ്രികയുടെ സംസാരം കേട്ട് മേഘയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.